പല സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു കാര്യമാണ് അഡ്വാൻസ്ഡ് വൊക്കാബുലറി പഠിക്കാൻ വേണ്ടി അവർ സമയം കണ്ടെത്തും. പക്ഷേ വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമുള്ള ചില ആക്ടിവിറ്റീസൊക്കെ പറയുമ്പോൾ അതിന് വേണ്ട വേർബ്സ് എന്താണ് എന്ന് പഠിക്കില്ല. വളരെ കോമൺ ആയിട്ട് വരുന്ന ചില വാക്കുകൾ അത് ഒട്ടും ശ്രദ്ധിക്കാതെ വിട്ടുകളയും. അപ്പോൾ അതങ്ങനെ പാടില്ല. വളരെ കോമൺ ആയിട്ട് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമുള്ള ചില വേർബ്സൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്ന് അത്തരം വളരെ കുഞ്ഞു വേർബ്സാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ ബെഡിൽ എണീറ്റ് കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? റൂമൊക്കെ വളരെ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ബെഡ്ഷീറ്റൊക്കെ വളരെ നന്നായിട്ട് ആ ബെഡിൽ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും പില്ലോ ഒക്കെ വളരെ നന്നായിട്ട് വയ്ക്കുക, ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വൃത്തിയായിട്ടിടുക എന്നതല്ലേ. അതിനെന്താ പറയുക? മേക്ക് ദ ബെഡ്. മേക്ക് ദ ബെഡ് എന്നാണ് പറയുക. വി നീഡ് ടു മേക്ക് ദ ബെഡ്. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്ലേറ്റ്സൊക്കെ വാഷ് ചെയ്ത് വയ്ക്കും. പ്ലേറ്റ്സ് വാഷ് ചെയ്യൽ മാത്രമല്ല, കപ്സൊക്കെ വാഷ് ചെയ്ത് വയ്ക്കും. അതൊക്കെ വളരെ കൃത്യമായിട്ട് എടുത്ത് വയ്ക്കും അല്ലേ. അപ്പോൾ അതിന് നമുക്ക് പറയേണ്ടത് ഡു ദ ഡിഷസ് എന്നാണ്. ഡു ദ ഡിഷസ്. അപ്പോൾ പ്ലേറ്റ്സും കപ്പും ഗ്ലാസസും എല്ലാം കഴുകി വൃത്തിയാക്കുക, അതൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. കുക്കിങ്ങിനും അതുപോലെ ഈറ്റിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ വാഷ് ചെയ്യുക, അതൊക്കെ ക്ലീൻ ആക്കുക. അതാണ് ഡു ദ ഡിഷസ് എന്ന് പറഞ്ഞാൽ. വി നീഡ് ടു ഡു ദ ഡിഷസ്. ഇനി ഡിഷ് വാഷറൊക്കെ ഉപയോഗിച്ചിട്ടാണ് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡിഷ് വാഷറിലേക്ക് പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കണം. അതിനെന്താ പറയുക? ലോഡ് ദ ഡിഷ് വാഷർ. ലോഡ് ദ ഡിഷ് വാഷർ. അതുപോലെ അതിൽ നിന്ന് പാത്രങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ അൺലോഡ് ദ ഡിഷ് വാഷർ എന്ന് പറയാം. വി നീഡ് ടു അൺലോഡ് ദ ഡിഷ് വാഷർ. അതല്ലെങ്കിൽ അതിൽ നിന്ന് പാത്രങ്ങൾ എടുത്ത് മാറ്റുക. അപ്പോൾ എംപ്റ്റി ദ ഡിഷ് വാഷർ. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കില്ലേ? ടേബിൾ ക്ലോത്തൊക്കെ വിരിച്ചിടുക, പാത്രങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക, സ്പൂൺസ് ഫോർക്ക് എല്ലാം വൃത്തിയായിട്ട് അതിൻ്റെ സ്ഥാനത്ത് തന്നെ വെക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ടേബിൾ നല്ല സെറ്റാക്കുക. അതിനെന്താ പറയുക? വി നീഡ് ടു സെറ്റ് ദ ടേബിൾ. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ പാത്രങ്ങളും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണ്ടേ? എല്ലാം ക്ലീൻ ആക്കണം ടേബിൾ. അപ്പോൾ അതിന് നമുക്ക് ക്ലിയർ ദ ടേബിൾ എന്ന് പറയാം. ക്ലിയർ ദ ടേബിൾ. വി നീഡ് ടു ക്ലിയർ ദ ടേബിൾ. ഇനി കാർപ്പറ്റൊക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ ക്ലീൻ ദ കാർപ്പറ്റ്. അതല്ലെങ്കിൽ വാക്വം ദ കാർപ്പറ്റ്. ക്ലോത്ത്സൊക്കെ അയൺ ചെയ്ത് വയ്ക്കുക. വി നീഡ് ടു അയൺ ദ ഡ്രസ്സസ്. വി നീഡ് ടു അയൺ ദ ക്ലോത്ത്സ്. ഫർണിച്ചറൊക്കെ നമുക്കൊന്ന് പൊടിയൊക്കെ മാറ്റണമെങ്കിൽ പൊടി തട്ടുക എന്ന് പറയില്ലേ? അതിനെന്താ പറയുക? ഡസ്റ്റ് ദ ഫർണിച്ചർ. പൊടി ഒക്കെ മാറ്റുക, പൊടി തട്ടി മാറ്റുക, പൊടി തുടച്ച് മാറ്റുക. ഇതിനൊക്കെ നമുക്ക് ഡസ്റ്റ് ദ ഫർണിച്ചർ എന്ന് പറയാം. ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ വളരെ ഡ്രൈ ആയിട്ട് നമ്മൾ ബ്രൂം ഉപയോഗിച്ച് സ്വീപ്പ് ചെയ്യുക. ഡ്രൈ ആയിട്ടുള്ള ഒരു ഫ്ലോർ നമ്മൾ സ്വീപ്പ് ചെയ്യുക എന്നാണ് പറയുക. സ്വീപ്പ് ദ ഫ്ലോർ. വി നീഡ് ടു സ്വീപ്പ് ദ ഫ്ലോർ. ഇനി വെറ്റായിട്ടുള്ള ഒരു ഫ്ലോർ നമുക്ക് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ മോപ്പ് ദ ഫ്ലോർ. അത് വെറ്റായിട്ടുള്ളതാണെങ്കിൽ മോപ്പ് ദ ഫ്ലോർ. ക്ലോത്ത്സൊക്കെ ആണെങ്കിൽ നമുക്ക് വാഷ് ചെയ്യണം, നമുക്ക് ഉണക്കിയെടുക്കണം, പിന്നെ ഫോൾഡ് ചെയ്ത് വെക്കണം. ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് ഡു ദ ലോണ്ട്രി എന്ന് പറയാം. വി നീഡ് ടു ഡു ദ ലോണ്ട്രി. ഇനി വേസ്റ്റ് ബിൻ, ട്രാഷ് ബിൻ, അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കണ്ടേ? അപ്പോൾ അതിന് ക്ലീൻ ദ ട്രാഷ്, ടേക്ക് ഔട്ട് ദ ട്രാഷ്, എംപ്റ്റി ദ ട്രാഷ് എന്നൊക്കെ പറയാം. വീടിന് ഫ്രണ്ടിലൊക്കെ നമ്മൾക്ക് ലോണൊക്കെ ഉണ്ടെങ്കിൽ ആ ലോൺ ഗ്രാസൊക്കെ കട്ട് ചെയ്ത് മാറ്റണ്ടേ? അതിന് മോവ് ദ ലോൺ. മോവ് ദ ലോൺ. അത് നമുക്ക് ഒരു ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീൻ ആയാലും മോട്ടോർ ഉപയോഗിച്ചിട്ടുള്ള മെഷീൻ ആയാലും നമുക്ക് മോവ് ദ ലോൺ എന്ന് തന്നെയാണ് പറയുക. ഇനി വീട് മുഴുവൻ വൃത്തിയാക്കാനാണെങ്കിൽ നമുക്ക് ക്ലീൻ ദ ഹൗസ് എന്ന് പറയാം. അപ്പോൾ ഇത്തരം കുഞ്ഞു ബേസിക് ആയിട്ടുള്ള വാക്കുകൾ നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് വൊക്കാബുലറി പഠിക്കുന്നതോടൊപ്പം ഇത്തരം കുഞ്ഞു വാക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം.